ഡിവൈഒയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് ഇ വി പ്രകാശിനെ അടുത്തതായി പ്രസംഗിക്കുന്നതിന് ക്ഷണിക്കും. നമ്മുടെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിൻ്റെ ബഹുമാനനായിട്ടുള്ള അധ്യക്ഷൻ, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായ സഖാവ് ജെയ്സൺ ജോസഫ്, ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് കെ രാധാകൃഷ്ണ, പാർട്ടിയുടെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, നമ്മുടെ പാർട്ടി SUCI കമ്മ്യൂണിസ്റ്റ് സംസ്ഥാന വ്യാപകമായി കഴിഞ്ഞ 3 മാസമായി നടത്തിയ പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിനാധാരമായ വിഷയങ്ങൾ പാർട്ടിയുടെ നേതാക്കന്മാർ വളരെ വിശദമായി പ്രതിപാദിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, ഈ സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന പേരിലുള്ള ഒരു സർക്കാരാണ്. അവർ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരുടെ നയങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്, കേന്ദ്ര BJP ഗവൺമെന്റ് നടപ്പിലാക്കുന്ന എല്ലാ നയങ്ങളും യാതൊരു വ്യത്യാസവുമില്ലാതെ തീവ്രതയോടുകൂടി ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നു. നമുക്കറിയാം, രാജ്യത്തെ ജനങ്ങളോട് BJPയുടെയോ കോൺഗ്രസിന്റെയോ വർഗ സ്വഭാവത്തെ സംബന്ധിച്ച് വലിയ തോതിൽ വിശദീകരിക്കേണ്ടതിന്റെ ആവശ്യകതയില്ല. അവർ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരണം നടത്തുവാൻ പ്രതിജ്ഞാബദ്ധമായ പ്രസ്ഥാനങ്ങളാണെന്ന് ഈ നാട്ടിലെ പണിയെടുത്ത് ജീവിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ്. പക്ഷേ സമരങ്ങളിലൂടെ കടന്നു വന്ന പ്രസ്ഥാനം CPM-ഉം CPI-യും ഒക്കെ ചെങ്കൊടി പിടിച്ചുകൊണ്ട് കോർപ്പറേറ്റ് നയങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യർ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനങ്ങളെ, ഈ ഭരണത്തെ തുറന്നു കാണിക്കേണ്ടത് ഒരു ശരിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ശരിയായ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യമാണ്. അതാണ് നമ്മളുടെ പാർട്ടി ഇന്ന് ഈ സംസ്ഥാനത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയായിട്ടുള്ള ഇടതുപക്ഷ ബോധമുള്ള, ജനാധിപത്യ ബോധമുള്ള ആളുകൾ ഇത് മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. നമ്മളൊന്ന് പരിശോധിക്കണം. ഈ ഗവൺമെന്റ് അടിസ്ഥാനപരമായി തൊഴിലാളി വിരുദ്ധ ഗവൺമെന്റാണ്. തൊഴിലാളികളുടെ പേര് പറഞ്ഞ് തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നയങ്ങൾ നടപ്പിലാക്കുന്ന ഗവൺമെന്റാണ്. UNA-ക്കാരുടെ സമരത്തെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു. നേഴ്സുമാര് സമരം നടത്തുക. കഴിഞ്ഞ 8 വർഷമായി നേഴ്സുമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചിട്ടില്ല. ആലോചിച്ച് നോക്കണം. എത്രയോ തവണ സമരം നടത്തി. 8 വർഷത്തിനുള്ളിൽ യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര ട്രേഡ് യൂണിയന്റെ കീഴിൽ 10,000-കണക്കിന് നേഴ്സുമാർ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ എത്രയോ സന്ദർഭങ്ങളിൽ സമരം നടത്തി. പക്ഷെ ഈ പിണറായി വിജയൻ ഗവൺമെന്റ് ഒരിക്കൽ പോലും 1 രൂപ വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായില്ല. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് സർവശക്തിയും എടുത്തുകൊണ്ട് UNA എന്ന് പറയുന്ന സ്വതന്ത്ര ട്രേഡ് യൂണിയൻ ഒരു ഉജ്ജ്വലമായ പോരാട്ടം നടത്തുന്നു. അത് ഈ സംസ്ഥാനത്തെ മുഴുവൻ പണിയെടുത്ത് ജീവിക്കുന്ന ആളുകൾക്കും പ്രചോദനം നൽകുന്ന പോരാട്ടം. 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്ത തൃശൂരിലെ അവകാശ പ്രഖ്യാപന സമ്മേളനം, സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നേഴ്സുമാർ ഒഴുകിയെത്തി, 10,000 ഒഴുകിയെത്തി. ഇപ്പോൾ നിങ്ങൾ നോക്കണം സഖാക്കളെ, 447 ആശുപത്രികൾ ശമ്പള വർധനവ് അംഗീകരിച്ച് UNA-യുമായി കരാർ ഒപ്പിട്ടു. ചെറിയ കാര്യമാണോ? ചെറിയ കാര്യമല്ല. ഒരു തൊഴിലാളി വിഭാഗം, അധ്വാനിക്കുന്ന നേഴ്സുമാർ സ്വതന്ത്രമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ലേബലില്ലാതെ പൊരുതുമ്പോൾ മുതലാളിമാര് വന്ന് ഒപ്പിടുവാൻ നിർബന്ധിതമാകുന്നു. നിസ്സാരപ്പെട്ട കാര്യമല്ല. യൂസഫ് അലി മുതലാളിയുടെ, അല്ലെങ്കിൽ അമൃതാനന്ദമായി മഠം, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, KKR എന്ന് പറയുന്ന US-ലെ ഒരു ഇക്വിറ്റി കമ്പനിക്ക് 70% ഷെയറുള്ള ഒരു സ്ഥാപനമാണ്. ആസ്റ്റർ മെഡിസിറ്റി, ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന അമേരിക്കയിലെ കുത്തക നിയന്ത്രിക്കുന്ന കമ്പനിയാണ്.
ആ കമ്പനികളെയെല്ലാം വരച്ച വരയിൽ നിർത്തുന്ന വിധത്തിലുള്ള ഒരു തൊഴിലാളി പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നു. ഗവൺമെന്റിന് സപ്പോർട്ടുണ്ടോ? ഒരു ശരിയായ ഗവൺമെന്റ് ആണെങ്കിലോ, ഇടതുപക്ഷ ബോധമുള്ള ഗവൺമെന്റ് ആണെങ്കിൽ ഈ മുതലാളിമാരുടെ സംഘടനയെ സെക്രട്ടേറിയറ്റിൽ വിളിച്ചു വരുത്തും, എന്നിട്ട് ഒപ്പിടാൻ പറയും, ശമ്പള പരിഷ്കരണത്തിൽ ഒപ്പിടാൻ പറയും. പക്ഷെ ചെയ്യില്ല. മുതലാളിമാരുമായിട്ട് ചങ്ങാത്തത്തിൽ വർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ആണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കളെ, പോരാട്ടമല്ലാതെ ആശമാരുടെ സമരം, ഈ സമരത്തെ UN-യുടെ സമരത്തെ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിലേറെയായി വിട്ടുവീഴ്ചയില്ലാതെ പിന്തുണയ്ക്കുന്ന പ്രസ്ഥാനം ഏതാണ്? SUCI കമ്മ്യൂണിസ്റ്റ് നമ്മുടെ പ്രിയപ്പെട്ട പാർട്ടിയാണ്. അവർക്കത് കൊടുക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല പ്രിയപ്പെട്ടവരെ. എല്ലാവരും വേട്ടയാടാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അവരുടെ പോരാട്ട വീര്യം മനസ്സിലാക്കി, ന്യായയുക്തത, അവരുയർത്തുന്ന ഡിമാൻഡിന്റെ ന്യായയുക്തത മനസ്സിലാക്കി അവരെ എല്ലാ അർത്ഥത്തിലും പിന്തുണച്ചുകൊണ്ടിരിക്കുക. ഈ പ്രസ്ഥാനം ഇന്ന് ഇത്രയും വീറുറ്റ നിലയിൽ പൊരുതുന്നുണ്ടെങ്കിൽ നമ്മുടെ പാർട്ടി കൊടുക്കുന്ന പിന്തുണയും അതിനാധാരമായി വർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ആശാസമരവും UN-യുടെ പ്രക്ഷോഭവും ഒക്കെ, യുവജന പ്രക്ഷോഭം, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണെന്നറിയാമോ? ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയ ഗവൺമെന്റ് ആണെന്ന് പറയുന്നു, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ദേശാഭിമാനിയിൽ വാർത്ത കൊടുക്കുന്നു, പിണറായി വിജയൻ ഫേസ്ബുക്കിൽ എഴുതുക, 3,02,002 നിയമനങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പിണറായി സർക്കാർ നടത്തിയെന്ന് പറയുന്നു. കള്ളൻ പ്രചരിപ്പിക്കുക. ഞങ്ങൾ പറയുന്നത് ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് യൂത്ത് ഓർഗനൈസേഷൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഈ ഗവൺമെന്റ് ആണ് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിയമനം നടത്തിയ ഗവൺമെന്റ്. ഏറ്റവും കുറഞ്ഞ നിയമനം നടത്തുക, ഏറ്റവും കൂടിയ നിയമനം നടത്തിയെന്ന് പ്രചരിപ്പിക്കുക. നിയമന ശുപാർശയുടെ കണക്കാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു PSC ടെസ്റ്റ് എഴുതി, എനിക്കൊരു നിയമന ശുപാർശ ലഭിച്ചു. ചിലപ്പോൾ ഞാൻ 6-7 എന്നാണ് ടെസ്റ്റ് എഴുതി, എനിക്ക് 6-7 നിയമന ശുപാർശ എനിക്ക് PSC അയക്കും. എനിക്ക് ഒരു ജോലിക്ക് മാത്രമേ പ്രവേശിക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. ഗവൺമെന്റ് എന്ത് പറയും? 7 നിയമന ശുപാർശ അയച്ചതിന്റെ കണക്ക്, നിയമനത്തിന്റെ കണക്കായിട്ട് ഈ 3,02,002 കണക്ക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. തട്ടിപ്പാണ്. നമ്മൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കിയത് മിനിമം 50,000-ഓളം ഈ ഇങ്ങനെ നിയമന ശുപാർശയുടെ NJD എന്നാണ് പറയുന്നത്, നോൺ ജോയിനിങ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർവീസിൽ പ്രവേശിച്ചിട്ടില്ല ആ ഉദ്യോഗാർത്ഥി. അങ്ങനെ മിനിമം 50,000 ഈ കണക്കിനകത്ത് കുറയ്ക്കണം, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, അങ്ങനെ കള്ളത്തരം പ്രചരിപ്പിച്ചുകൊണ്ട്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട്, തൊഴിലാളികൾക്കെതിരായിട്ടുള്ള നയങ്ങളും പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റ്, BJP-യുടെ സർക്കാർ നടപ്പിലാക്കുന്ന അതേ നയങ്ങൾ നടപ്പിലാക്കുന്ന ഗവൺമെന്റ്, ഇതിനൊക്കെ എതിരെ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ജയ്സൺ സഖാവ് പറഞ്ഞു, ഒരൊറ്റ മാർഗം, പോരാട്ടത്തിന്റെ മാർഗം. ആശമാർ, ഈ നാട്ടിലെ പാവപ്പെട്ട നിർധനരായിട്ടുള്ള സ്ത്രീ തൊഴിലാളികൾ കാണിച്ചു തന്ന മാർഗമാണ് മനുഷ്യ സമൂഹത്തിന് മുന്നോട്ട് പോകുവാനുള്ള ഏക മാർഗം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കർത്തവ്യങ്ങൾ, ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ പാർട്ടി SUCI കമ്മ്യൂണിസ്റ്റിന് വരും കാലഘട്ടത്തിൽ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനുണ്ട്. അതിന് നമുക്ക് കൂടുതൽ സജ്ജമായി, കൂടുതൽ ഉയർന്ന സംസ്കാരത്തോടുകൂടി നമുക്ക് പ്രവർത്തനങ്ങളിൽ അപജ്ഞരാകാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മാർച്ചിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും സുഹൃത്തുക്കളെയും ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് യൂത്ത് ഓർഗനൈസേഷന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇൻകുലാബ് സിന്ദാബാദ്, SUCI കമ്മ്യൂണിസ്റ്റ് സിന്ദാബാദ്.